മഞ്ഞുമ്മൽ ബോയ്സ് ഗുണ കേവ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ ഈ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഗുണ കേവ് പോലെ തന്നെയുള്ള മറ്റൊരു ഗുഹ കണ്ണൂരിലുമുണ്ട്. ആ ഗുഹയിലേക്കാണ് നമ്മളുടെ യാത്ര. മഞ്ഞുമ്മൽ ബോയ്സ് സിനിമ ഹിറ്റായതിനു ശേഷം ഗുണ കേവും കൊടൈക്കനാലുമൊക്കെ വലിയ രീതിയിൽ ട്രെൻഡിങ് ആവുന്നുണ്ട്. ആ സമയത്താണ് എൻ്റെ സുഹൃത്ത് അതുൽ മാധവൻ അതിനോളം തന്നെ മനോഹരമായതും എന്നാൽ അത്ര തന്നെ ഭീകരമായതുമുള്ള ഒരു ഗുഹ കണ്ണൂർ ജില്ലയിലുമുണ്ട് എന്നുള്ള കാര്യം പറയുന്നത്. കണ്ണൂർ പയ്യാവൂരിനടുത്തുള്ള കുഞ്ഞിപ്പറമ്പിലാണ്. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ വലിയ ഭീകരമായ വലിയ വ്യാപ്തിയും വിസ്തീർണവുമുള്ള ഒരു വലിയ ഗുഹ. ഇതിനകത്ത് ഏകദേശം 300 മീറ്ററോളം തന്നെ സഞ്ചരിക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ്. ഇതിനകത്ത് എന്തൊക്കെ കാഴ്ചകളാണ് ഉള്ളത് എന്ന കാര്യം നമുക്കിപ്പോഴും അറിയില്ല. നമുക്ക് അങ്ങോട്ട് സഞ്ചരിക്കാം. എൻ്റെ ഒപ്പം അതുൽ മാധവനുണ്ട്. അതിലേ വാ. പിന്നെ ഇത് ഇവിടെ സിനിമ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടോ? കുമാരി സിനിമ ഒരു 2 ആഴ്ചത്തോളം കാലം. ഇത് നല്ല വ്യൂ ആണല്ലോ, അടിപൊളി മോനെ. ഇതാ തോന്നുന്നത് ഹൈലൈറ്റ് അല്ലേ? പിടിച്ചോ. വെയിൽ കറക്റ്റായിട്ട് ഇങ്ങനെ വന്ന് വരും അല്ലേ? ഇത് മാത്രമേ ഉള്ളൂ ഇതിനകത്തേക്ക് സൂര്യപ്രകാശം അല്ലേ? സ്പോട്ട് മാത്രം. നല്ല രസമുണ്ടല്ലോ. ഈ വലിയ ഈ ഗുഹക്കകത്ത് നിന്ന് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആകെ പ്രകാശം വരുന്ന ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. ഇതിൽ നിന്നിങ്ങനെ സൂര്യപ്രകാശം നേരെ താഴേക്ക് വരുന്നത് വലിയ, നമുക്ക് പുറത്തുനിന്ന് ക്യാമറയിൽ എത്രത്തോളം അതിന് പകർത്തെടുക്കാൻ വേണ്ടി പറ്റുമെന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ എങ്കിൽ കൂടി ഇത് കണ്ണിന് കാണുമ്പോൾ വലിയ, അതായത് നമ്മളെന്താ പറയുക, സിനിമകളിൽ മാത്രം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു എഫക്റ്റ് നാച്ചുറലായിട്ട് ഇതാ ഇവിടെ ഉണ്ടായിരിക്കുന്നു. സിനിമകളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു ഗുണ കേവ് താഴേക്കുള്ളൊരു ഗർത്തമാണെങ്കിൽ ഇത് വിശാലമായ, അതായത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു കൊട്ടാരത്തിനത്രയും സ്പേസ് ഉള്ള രീതിയിലുള്ള ഒരു ഗുഹയാണ്. മുകളിൽ റബ്ബർ തോട്ടമാണ്, പക്ഷേ ഇതിനടിയിൽ പാറയാണ്. ആ പാറ മണ്ണല്ല, അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇടിഞ്ഞ് വീഴാതെ ഇങ്ങനെ കിടക്കുന്നത്. പക്ഷേ ചെറിയ ചെറിയ പാറകളൊക്കെ താഴെ വീണ് കിടക്കുന്നുണ്ട്. എന്തായാലും ഇത് അതിമനോഹരമായിട്ടുള്ളൊരു സ്പോട്ടാണ്. പക്ഷേ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് അധികം എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത ഒരു ഗുണ കേവാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പയ്യാവൂർ കുഞ്ഞിപ്പറമ്പിലെ ഈ കേവ് എന്തായാലും അതിവിശാലവും അതിവിപുലവുമായിട്ടുള്ള ഒരു കേവാണ്. നല്ല വിഷ്വൽ ബ്യൂട്ടി, എന്താ പറയുക, അടിപൊളി അടിപൊളി അടിപൊളി. അത് തന്നെ. കുന്നത്തൂർ പാടിയിലെ അടിയാന്മാരാണ് ഈ ഭാഗത്തെല്ലാം താമസിച്ചിരുന്നത്. മഴയും വെയിലും ഒന്നും തന്നെ ഇതിനകത്ത് എത്തില്ല. ആകെയുള്ളത് ഈ പറയുന്ന വെയിൽ മാത്രമാണ്. ഈ ഒരു ചെറിയ ഭാഗത്തേക്ക് കൂടി വരുന്ന വെയിൽ മാത്രമാണ് ഇതിനകത്തേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ പണ്ടുള്ളവർക്കൊക്കെ താമസിക്കാൻ, മഴയും വെയിലും കൊള്ളാതെ താമസിക്കാൻ വേണ്ടി പറ്റുന്ന ഒരിടം എന്നുള്ള രീതിയിലാണ് ഇവർ താമസിച്ചതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതിൻ്റെ മറ്റ് തെളിവുകളൊന്നും തന്നെ ഇവിടെ കാണാനൊന്നും തന്നെ ഇല്ല. ഇതിനകത്തുകൂടെയും മഴ പെയ്യുന്ന സമയത്ത് വലിയ തോതിൽ മുകൾ ഭാഗത്തെല്ലാം പെയ്യുന്ന വെള്ളം ഇതുവഴിയാണ് ഒഴുകി പോകുന്നത്. കിലോമീറ്ററുകൾക്കകലെ വലിയ തോതിൽ ഈ വെള്ളം എത്തിച്ചേരുന്നുവെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൻ്റെ മറ്റ് കാര്യങ്ങളൊന്നും താഴെ ഭാഗത്തുകൂടി വെള്ളം ഒഴുകി പോകുന്നുവെന്നാണ് പറയുന്നത്. നല്ല തണുപ്പാണ്, കാരണം ഇതിൻ്റെ ചുമരെല്ലാം തന്നെ നല്ല പാറയായതുകൊണ്ട് തന്നെ ജലം ഇടയ്ക്കിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ നല്ല തണുപ്പാണ്. പുറത്തുള്ള ഒരു ചൂടും നട്ടുച്ച സമയത്ത് പോലും നമുക്ക് അനുഭവപ്പെടില്ല എന്നുള്ളതാണ് ഈ ഗുഹയുടെ ഒരു പ്രത്യേകത. ഗുഹയുടെ അകത്തുകൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് ഉള്ളിലേക്ക് പോകാനുള്ള ഒരുപാട് ഇങ്ങനെ കൈവഴികളുണ്ട്. കൈവഴികൾ ഇങ്ങനെ നൂണ് ഒക്കെ പോകണം. ഇതിനകത്തൂടെ അങ്ങോട്ട് പോകാൻ പറ്റും. കുറച്ച് റിസ്ക് തന്നെയാണ് ഇതിനകത്തൂടെ അങ്ങോട്ട് പോകാൻ. പക്ഷേ ഒരാൾക്കൊന്നും പോകാൻ വേണ്ടി പറ്റാത്ത വഴികളാണ് മുന്നിലുള്ളത്. എന്തായാലും ഫ്ലാഷൊക്കെ അടിച്ച് നോക്കാം. പക്ഷേ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും എന്നുള്ള ഇല്ല കേട്ടോ. എല്ലാത്തും ഇങ്ങനെ അടഞ്ഞടഞ്ഞ് പോയ വഴികളാണ്. എന്തായാലും അടിപൊളിയായിട്ടുള്ളൊരു സ്പോട്ടാണ്, അതിലൊരു തർക്കമില്ല. കുത്തനെയുള്ള ഇറക്കമാണ് താഴെ ഭാഗത്തേക്ക്. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഇവിടെ എന്തായാലും ഇഷ്ടമാവുന്ന കാര്യത്തിൽ തർക്കമില്ല. നീളവും വീതിയും മാത്രമല്ല, കുറച്ച് ദൂരം വന്നാൽ അത്ര തന്നെ ഇറക്കവുമുണ്ട് ഈ മേഖലയിലെല്ലാം. അതിലും ഞാനും വീഡിയോ ജേർണലിസ്റ്റ് സബിനും വളരെ പ്രയാസപ്പെട്ടാണ് താഴേക്ക് ഇറങ്ങുന്നത്. പക്ഷേ ക്ഷീണം ഒട്ടും തന്നെ അറിയുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ നല്ല തണുപ്പാണ്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതിന് പുറമെ വവ്വാലുകളൊക്കെയുണ്ട്, ശബ്ദം നമുക്ക് കേൾക്കാനൊക്കെ കഴിയുന്നുണ്ട്.
എന്തായാലും അതിഗംഭീരമായിട്ടുള്ള ഒരു സ്പോട്ടാണ് ഈ കുഞ്ഞിപ്പറമ്പിലെ ഈ ഗുഹ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ അത്രത്തോളം റിസ്ക് ഉണ്ട്. ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പാണ്, ഇതൊക്കെ കണക്കിലെടുക്കണം. കാരണം വലിയ സുരക്ഷാ സംവിധാനങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എന്തായാലും ഗുണാക്കേവ് മാത്രമല്ല, കണ്ണൂരിലും മഞ്ഞുമ്മൽ ബോയ്സിനെ പോലെ ഒരുപാട് ബോയ്സുകൾ വന്നു പോകുന്ന നല്ല രീതിയിലുള്ള ഒരു വലിയ വിചിത്രവും വിശാലവും വിപുലവുമായിട്ടുള്ള, നമുക്ക് എത്രയും വലിയ രീതിയിൽ കാണാം, ഏകദേശം ഒരു 4, 5, 6 ആൾക്കാരുടെ ഹൈറ്റിൽ തന്നെ ഉള്ളൊരു ഗുഹയാണ്. എന്തായാലും ഗംഭീരമായിട്ടുള്ളൊരു സ്പോട്ടാണ്, അതിഗംഭീരമായിട്ടുള്ള സ്പോട്ടാണ്. കണ്ണൂരിലാണ്, കൊടൈക്കനാലിലല്ല. നമ്മുടെ നാട്ടിലും ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ട് എന്നുള്ള കാര്യമാണ് പ്രേക്ഷകരെ അറിയിക്കുന്നത്. എന്തായാലും ഗംഭീരമായിട്ടുള്ള, അത്രയും സുന്ദരമായിട്ടുള്ള കാഴ്ചകളാണ്. അവിടെയുള്ള ആ ഒരു വെയിലൊക്കെ വന്ന് വീഴുന്ന ആ ഒരു ഭാഗം അത്രയും മനോഹരമായിട്ട്, നമുക്ക് സിനിമകളിലും അതുപോലത്തെ സംഭവങ്ങളിലും മാത്രമാണ് നമ്മളൊക്കെ അങ്ങനെ കണ്ടിട്ടുള്ളത്. അതൊക്കെ ചെറിയ ചെറിയ ഫോട്ടോയും വീഡിയോ ശകലങ്ങളൊക്കെ യൂട്യൂബിലൊക്കെ ഒരുപാടുണ്ട്. നല്ല കാഴ്ചയാണ് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ക്യാമറാമാൻ സബിൻ ജത്തിനൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ കണ്ണൂർ.